എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 56 ശ്ലോകം 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28 11 ശ്ലോകങ്ങളിൽ നിന്ന് നോക്കാം. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതം പുരതോ മമ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗംഗണപതയേ നമഃ. സരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 18. ഹതം പ്രസേനമശ്വം ച വീക്ഷ്യ കേസരിണാവനെ തം ചാത്രിപൃഷ്ഠേ നിഹതം വൃക്ഷേണ ദദൃശുർജനാഃ. അപ്പൊ കണ്ടു ആ പ്രസേനയും കുതിരയൊക്കെ സിംഹം കൊന്നിട്ടിരിക്കണത് കണ്ടു ആദ്യമായിട്ട്. പിന്നെ നോക്കിയപ്പോ മലയുടെ മുകളില് ജാമ്പവാൻ കൊന്നിട്ടിരിക്കണ ആ സിംഹത്തെയും കണ്ടു. കുറച്ചങ്ങോട്ട് പോയപ്പോ ആ മലയുടെ മുകളിലാണ് ഒരു സിംഹം ചത്തു കിടക്കണ കണ്ടു. ഋക്ഷരാജബിലം ഭീമം അന്ധേന തമസാവൃതം ഏകോ വിവേശ ഭഗവാൻ അവസ്ഥാപ്യ ബഹിപ്രജാഃ. ഭയങ്കര അന്ധകാരം കൊണ്ടാണ് മൂടിയിരിക്കുന്നത്. അതിഭയങ്കരമായിട്ടുള്ള ഒരു വലിയ ഗുഹ കണ്ടു. ആ ഗുഹയുടെ ഉള്ളിലേക്ക് ഭഗവാൻ അങ്ങോട്ട് കടന്നു. പ്രജകളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും പുറത്തു നിൽക്കൂട്ടോ പറഞ്ഞു. ഞാൻ പോയിട്ട് വരാം. തത്ര ദൃഷ്ട്വാ മണിശ്രേഷ്ഠം ബാലക്രീഡനകം കൃതം ഹർത്തും കൃതമതി തസ്മിൻ അവതസ്ഥേ അർപ്പകാന്തികേ. ഗുഹയിൽ ചെന്ന് നോക്കിയപ്പോ എന്താ, ആ രത്നം ഇങ്ങനെ കുട്ടികള് കളിച്ചോണ്ടിരിക്കുക. കുറെ കുട്ടികൾ കൂടിയിട്ട് ആ രത്നം ഇങ്ങനെ തട്ടി തട്ടി കളിക്കണം. അപ്പൊ അത് എടുക്കാനായിട്ട് ഭഗവാൻ ആ കുട്ടികളുടെ അടുത്തേക്ക് ചെന്നു. ഒരു കുട്ടി പേടിച്ച് എല്ലാവരും വേഗം ആ രത്നം പിടിച്ചിട്ട് ഒരു കുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയുടെ അടുത്തേക്ക് ഭഗവാൻ അങ്ങോട്ട് ചെന്നു. തമപൂർവം നരം ദൃഷ്ട്വാ ധാത്രീ ചുക്രോശഭീതവത് തശ്രുത്വാഭ്യദ്രവൽക്രുദ്ധോ ജാമ്പവാൻ ബലിനാം വര. ആ കുട്ടികളെ നോക്കാനായിട്ട് ഒരു ധാത്രി അവിടെ ഉണ്ടായിരുന്നു. ഒരു മനുഷ്യ സ്വരൂപം. ഇതേവരെ അവന്റെ ഉള്ളിൽ ഗുഹയുടെ ഉള്ളിലേക്ക് പേടിച്ചിട്ട് ആരും കേറില്ല. എന്തോ ഒരു രൂപം അങ്ങനെ വരണ കണ്ടപ്പോ കുറച്ച് ധൈര്യമൊക്കെ ഉള്ളവളാണെങ്കിലും ഒക്കെ പേടിച്ചിട്ടുള്ള പോലെ ഉറക്ക നിലവിളിച്ചു ആ കുട്ടികളുടെ ധാത്രി. ശബ്ദം കേട്ട ഉടനെ മഹാബലവാനായ ജാമ്പവാൻ ക്രോധത്തോടെ ഓടിങ്ങിട്ട് വന്നു. സവൈ ഭഗവതാതേന യുയുധേ സ്വാമിനാത്മന പുരുഷം പ്രാകൃതം മത്വാ കുപിതോ നാനുഭാവവിത്. മഹാബലവീര്യ പരാക്രമശാലിയാണ് ജാമ്പവാൻ, സുപ്രസിദ്ധനാണ്. അങ്ങനെയുള്ള ആ ജാമ്പവാൻ ഭഗവാനോട് അങ്ങോട്ട് അങ്ങോട്ട് വന്നു, യുദ്ധം ചെയ്തു. ആരട്ടോ എന്റെ ഗുഹയിലേക്ക് വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. ഈ വന്നിരിക്കുന്ന ആള് സാധാരണക്കാരനായ ഒരു പുരുഷനാണെന്ന് മാത്രമേ ധരിച്ചുള്ളൂ. ഒരു സാധാരണ പുരുഷൻ അത്ര മാത്രമേ ജാമ്പവാന് തോന്നിയുള്ളൂ. ഭഗവാന്റെ മഹാത്മ്യം അറിഞ്ഞില്ല. അത്ര ഭക്തനാണ് ഈ ജാമ്പവാൻ. എന്നിട്ട് എന്താ അത് മനസ്സിലാവാഞ്ഞത്? ശ്രീരാമാവതാരത്തിലെ എത്രയും ഭക്തിയോടെ താൻ സേവിച്ചിരുന്ന ആ ഭഗവാൻ തന്നെയാണ് ഇത്. എന്നാ എന്തുകൊണ്ട് അറിഞ്ഞില്ല ജാമ്പവാൻ? ഭക്തനായിട്ടും ക്രോധത്തോടു കൂടിയിട്ടാണ് ജാമ്പവാൻ വന്നത്. അപ്പൊ എന്താ, ക്രോധം വരുമ്പോ അന്ധകരണം കലുഷിതമായി പോകും. അപ്പൊ വേറൊന്നും, വിവേകമൊക്കെ നശിക്കും, ഒന്നും ഓർമ്മയിൽ വരില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കോപം വരാതെ സൂക്ഷിക്കേണ്ടതാണ്. ഒരു ഭക്തന് വേണ്ട ഏറ്റവും വലിയ ഗുണം കോപം വരാതെ നോക്കണം. കോപം വരാതെ സൂക്ഷിക്കേണ്ടത് ഭക്തന്റെ മുഖ്യ മുറയാണ് എന്നത് മനസ്സിലാക്കാം. ദ്വന്ദ്വയുദ്ധം സുതുമുലം ഉഭയോർ വിജിഗീഷതോ ആയുധാശ്മദ്രുമേർദോർഭി ക്രവ്യാർത്ഥേ ശേനയോരിവ. എനിക്ക് ജയിക്കണം എന്നുള്ള ആശയോട് കൂടിയിട്ട് രണ്ടുപേരും പൊരിഞ്ഞ യുദ്ധം.
മാംസം കൈക്കലാക്കാൻ ശ്രമിക്കുന്ന രണ്ട് പരുന്തുകള് തമ്മിലെന്ന പോലെ ആയുധങ്ങൾ കൊണ്ടും കല്ലുകൾ കൊണ്ടും വൃക്ഷങ്ങൾ കൊണ്ടും കൈകൾ കൊണ്ടും ദ്വന്ദ്വയുദ്ധം കാഠോരമായിട്ട് അങ്ങോട്ട് തുടങ്ങിയുണ്ട്. അതിബലവാനാണ് ജാമ്പവാൻ, അതുപോലെ തന്നെ ഭഗവാനും. രണ്ടുപേരും പൊരിഞ്ഞ യുദ്ധം, ദ്വന്ദ്വയുദ്ധം. ആസീത്തത് അഷ്ടാവിംശാകം ഇതരേതരമുഷ്ടിഭി വജ്രനിഷ്പേഷ പരുഷൈ അവിശ്രമം അഹർനിശം. രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ കൂട്ടിമുട്ടുണ്ടാകുന്ന ശബ്ദം ഇടിവെട്ടും പോലെ അത്ര കഠോരായിരുന്നു എന്ന് പറയുന്നത്. ചുമേല് കിടന്നിങ്ങനെ മുഴങ്ങാണ് ആ കൈകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം തന്നെ. യാതൊരു ക്ഷീണവും കൂടാതെ 28 ദിവസം രാവും പകലും ഒരുപോലെ അവര് തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം നടന്നു. കൃഷ്ണമുഷ്ടി വിനിഷ്പാദ നിഷ്പിഷ്ടാംഗോരുബന്ധന ക്ഷീണസത്വസ്വിന്നഗാത്ര തമാഹ അതീവ വിസ്മിത. ഗീത ശ്രീകൃഷ്ണന്റെ ആ മുഷ്ടികൾ കൊണ്ടുള്ള കുത്തുകൾ അങ്ങോട്ട് ഏറ്റിട്ട് ജാമ്പവാന്റെ ശരീരത്തിലെ സാന്ധിബന്ധങ്ങൾ മുഴുവനും അങ്ങോട്ട് തളർന്നു. അപ്പൊ ആലോചിച്ചു ജാമ്പവാൻ, ഇതെന്താണ്? ശക്തിക്ക് അങ്ങോട്ട് ചോർന്നു പോകണ പോലെയാണ്. ദേഹത്തില് മുഴുവനും അങ്ങോട്ട് വിയർപ്പ് വ്യാപിച്ചു. ഇങ്ങനെയുള്ള ഒരു ശക്തി സാക്ഷാൽ എന്റെ സ്വാമിയായിട്ടുള്ള ആ രഘുത്തമനിൽ കൂടി ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നങ്ങോട്ട് ആലോചിച്ചപ്പോ അപ്പോഴാണ് ആശ്ചര്യത്തോടെ ചിന്തിച്ച് ഭഗവാനെ അങ്ങോട്ട് ധ്യാനിച്ചപ്പോ മനസ്സിലായി ജാമ്പവാൻ. അപ്പൊ ഭഗവാനോട് പറഞ്ഞു, ജാനേ ത്വാം സർവഭൂതാനാം പ്രാണഓജസഹോബലം വിഷ്ണും പുരാണപുരുഷം പ്രഭവിഷ്ണും അധീശ്വരം. ഇങ്ങനെ അമാനുഷ്ഠമായിട്ടുള്ള ആ ബലിഷ്ഠത അറിഞ്ഞ് ആലോചിച്ചപ്പോൾ പരമാർത്ഥം ബോധ്യപ്പെട്ടു. പരമഭക്തനായിട്ടുള്ള ജാമ്പവാന് അത് മനസ്സിലായപ്പോതാ ഭഗവാനെ സ്തുതിക്കണം. ഹേ ഭഗവൻ, നിന്തിരുവടി സർവഭൂതങ്ങളുടെ ഉള്ളിലും പുറത്തും ഇന്ദ്രിയങ്ങളിലും ശക്തിസ്വരൂപനായിരിക്കുന്നവനും പ്രകൃതിയെ നിയന്ത്രിക്കുന്ന മഹാപ്രഭാവത്തോടു കൂടിയ സർവേശ്വരനുമായ മഹാവിഷ്ണുവാണ് എന്ന് ഞാനിപ്പോൾ അറിയുന്നു. ത്വം ഹി വിശ്വസൃജാം സൃഷ്ടാ സൃജ്യാനാമപി യച്ഛ സത് കാലകലയദാമീശ പരാത്മാ തഥാത്മനാം. ലോകസൃഷ്ടികർത്താക്കന്മാരായ ബ്രഹ്മാദിദേവന്മാരുടെയും സൃഷ്ടാവ് നിന്തിരുവടിയാകയാൽ നിമിത്ത കാരണമാകുന്നു എന്ന്. അതാണ് ജാമ്പവാൻ പറഞ്ഞതിന്റെ സാരണം. സൃജ്യങ്ങളായ സകലങ്ങളുടെയും ഉപാദാന കാരണമായിരിക്കുന്നതും അവിടുന്ന് തന്നെ. അങ്ങയുടെ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് സർവരും അവരവരുടെ വ്യാപാരങ്ങൾ നടത്തുന്നതാകയാൽ സകല പ്രവർത്തകന്മാരുടെയും പ്രവർത്തകനായിരിക്കുന്ന അവിടുന്ന് സർവാന്തര്യാമിയായിരിക്കുന്ന പരമാത്മാവാകുന്നു എന്ന് അടിയൻ അറിയുന്നു. യസ്യേഷദുൽക്കലിതരോഷകടാക്ഷമോക്ഷേ വർമാദിശൽക്ഷുഭിതനക്രതിമിംഗലോബ്ധി സേതുകൃതസ്വയശ ഉജ്ജ്വലിതാജലങ്കാ രക്ഷശിരാംസി ഭുവി പേതു ഇഷുക്ഷതാൻ. യാതൊരുവിന്റെ കോപകടാക്ഷപാതം നിമിത്തം ക്ഷോഭിച്ച നക്രങ്ങളോടും തിമിംഗലങ്ങളോടും കൂടിയ സമുദ്രം ഭയപ്പെട്ട് നടന്നു പോവാൻ മാർഗം നൽകിയോ? യാതൊരുവൻ ആ സമുദ്രത്തിൽ അപ്പോൾ മൂർത്തിമത്തായ തന്റെ യശസ്സിന്റെ പ്രതിബിംബമായിരിക്കുന്ന സേതു ബന്ധിച്ചുവോ? യാതൊരുവന്റെ കോപാഗ്നി ലങ്കയെ ദഹിപ്പിച്ചുവോ? യാതൊരുവന്റെ ബാണങ്ങളാൽ മുറിക്കപ്പെട്ട് രാക്ഷസ രാജാവായ രാവണന്റെ ശിരസ്സുകൾ ഭൂമിയിൽ പതിച്ചുവോ? എന്റെ സ്വാമിയായ മത്സ്വാമിയായ രഘുനാഥൻ തന്നെ അവിടുന്ന് എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞങ്ങനെ അതാ സ്തുതി തുടരുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ജാനകീ ജീവന സ്മരണം ജയ ജയ രാമ രാമ.